മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് കൃത്യസമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക, ഗ്യാസ് അതായത് വായു കോപിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, അതായത് കടല, പയർ, ഉഴുന്ന്, പിന്നെ മസാല, എണ്ണ ചേർന്ന വിഭവങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവർ, പിന്നെ രാത്രി ഉറക്കം ഇളയ്ക്കുന്നവർ, പകൽ കൂടുതൽ കിടന്ന് ഉറങ്ങുന്നവർ, മാനസിക സമ്മർദ്ദമുള്ളവർ, മലബന്ധം എന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇവർക്കൊക്കെ മൈഗ്രെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. മൈഗ്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് തലയുടെ ഒരു വശത്തായിട്ട് ചെന്നിക്കുത്ത് അഥവാ മൈഗ്രെയിൻ, തലയുടെ ഒരു വശത്തായിട്ടുള്ള വേദന, അത് നീണ്ടു നിന്ന് ഒരു രാവിലെ തുടങ്ങി ഒരു വൈകിട്ട് വരെ നീണ്ടു നിൽക്കുന്ന തലവേദന, അതിനോടൊപ്പം തന്നെ ഛർദിൽ, അത് കഴിഞ്ഞൊരു നല്ല സ്വസ്ഥമായിട്ടൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ മാറുന്നതായിരിക്കും. ചിലവർക്കത് 2 ദിവസമോ ഒരാഴ്ചയോ ഒക്കെ നീണ്ടു നിൽക്കും. ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചായിരിക്കും അതിൻ്റെ കാഠിന്യം കൂടിയും കുറഞ്ഞും ഇരിക്കുന്നത്. ആയുർവേദത്തിൽ മൈഗ്രെയിന് വളരെ ഫലപ്രദമായ ചികിത്സയാണ് ഉള്ളത്. അതായത് പ്രധാനമായും കഷായ ശിരോധാര, തക്ര ശിരോധാര, നസ്യം തുടങ്ങിയവയോടൊപ്പം തന്നെ ഉള്ളിൽ കഴിക്കാനുള്ള കഷായങ്ങൾ, പത്യാക്ഷതാത്രേതി കഷായം, ഗന്ധർവസ്ഥാതി കഷായം, സൂര്യപ്രഭ ഗുളിക തുടങ്ങിയ രോഗിയുടെ അവസ്ഥ അനുസരിച്ചുള്ള ഔഷധങ്ങളും കൂടെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ കൊടുക്കുന്നതാണ്. അതിലൂടെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്നതാണ് മൈഗ്രെയിൻ. നസ്യം, വിരേചനം, ശിരോധാര തുടങ്ങിയ ആയുർവേദ ചികിത്സകൾ അലർജിക്ക് വളരെയധികം ഫലപ്രദമായി കാണപ്പെടുന്നുണ്ട്.